കുടുംബാംഗ പഞ്ചായത്ത് പ്രസിഡന്റ്. ഫുൾ നെയിം ജോസ് ജെ ചിറ്റിലപ്പള്ളി. ജോസ് ജെ ചിറ്റിലപ്പള്ളി. മുരിയാട് പഞ്ചായത്താണ്. മുരിയാട് പഞ്ചായത്ത്. ഓക്കെ. അപ്പോൾ മുരിയാട് പഞ്ചായത്തുമായിട്ട് ചേർന്നാണ് നമ്മുടെ ഈ ലഹരി വിരുദ്ധ പരിപാടി. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. കാരണം ഇപ്പോൾ ഏറ്റവും മൂർത്തമായിട്ടുള്ളൊരു വിഷയമാണ് ലഹരി, അതിൽ മയക്കുമരുന്ന്. അപ്പോൾ അതിൽ കൈകോർക്കാൻ ഞങ്ങളുടെ പഞ്ചായത്തിന് അവസരം തന്നതിൽ വലിയ സന്തോഷമുണ്ട്. യെസ്, ഓക്കെ ഓക്കെ. പ്രിയമുള്ളവരെ, നമുക്ക് തുടങ്ങല്ലേ? ആർ യു റെഡി? ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. എന്തായാലും നമ്മൾ വലിയ ഒരു ചരിത്ര ദൗത്യത്തിൽ പങ്കാളികളാവുകയാണ്. മാധ്യമത്തെ സംബന്ധിച്ചിടത്തോളം വാർത്തകൾക്കൊപ്പം വിനോദവും വിജ്ഞാനവും ജനങ്ങൾക്ക് പങ്കുവയ്ക്കുന്ന ദൗത്യമാണ് മാധ്യമങ്ങൾ അടിസ്ഥാനപരമായി നിർവഹിക്കുന്നത്. എന്നാൽ അതുക്കും മീതെ നമ്മുടെ സമൂഹത്തെ ഇന്ന് കാർന്നു തിന്നുന്ന ഏറ്റവും വലിയ വിപത്തായിട്ടുള്ള രാസലഹരിയെ പിടിച്ചു കെട്ടുന്നതിന് വേണ്ടി കേരള സമൂഹത്തെ സജ്ജമാക്കുക എന്ന ലക്ഷ്യമാണ് ഇവിടെ 24 ചാനൽ ഏറ്റെടുത്തിട്ടുള്ളത്. ഏറ്റവും അഭിമാനകരമായ ഒരു ദൗത്യമാണ്, ഏറ്റവും മാതൃകാപരമായ ഒരു ദൗത്യമാണ് 24 ചാനൽ ഏറ്റെടുത്തിരിക്കുന്നത്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ 24 ചാനലിന് പ്രത്യേകം അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും നേരുകയാണ്. ഈ യാത്ര നയിക്കുന്നത് നമുക്കേവർക്കും പ്രിയപ്പെട്ട ആരാണ്? അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്ന് കേരളത്തിലെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഒരു ഐക്കൺ ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് ധൈര്യമായിട്ട് മറുപടി പറയാൻ കഴിയും. ആരാണ്? യെസ്, അങ്ങനെയുള്ള ഒരാളാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നത്. ജനാധിപത്യത്തിൻ്റെ 4ാം തൂൺ എന്ന് പറയുന്ന മാധ്യമം, അതിലും മേധയായി നമ്മുടെ ചരിത്രപരമായിട്ടുള്ള ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നു. അവർക്ക് വേണ്ടിയുള്ളതാണ് ഈ വേദി, നമുക്ക് വേണ്ടിയുള്ളതാണ് ഈ വേദി. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. 24 ചാനൽ മുഴുവൻ ടീമിനെയും, ഈ ലഹരി പ്രതിരോധ യാത്ര സംഘടിപ്പിക്കുന്ന മുഴുവൻ ടീമിനെയും ഹൃദയം തുറന്ന് നമ്മുടെ പഞ്ചായത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നന്ദി, നമസ്കാരം. നമ്മുടെ കൂടെ 2 അവതാരകർ കൂടി വന്നിട്ടുണ്ട്. എസ് വിജയകുമാർ. വിജയൻ്റെ ദിവ്യ മുഖം ഒന്ന് കാണാൻ ആൾക്കാർക്ക് ആഗ്രഹമുണ്ട്. പ്രവിത ലക്ഷ്മി നമ്മുടെ വാർത്താ അവതാരകയാണ്. അപ്പോൾ അവർ രണ്ടുപേരും നമ്മുടെ ഈ യാത്രയിൽ അനുഗമിക്കുകയാണ്. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു പ്രത്യേക നന്ദി. ചിറ്റിലപ്പള്ളി എന്ന് പറയുന്ന വലിയൊരു കുടുംബത്തിലെ അംഗമാണ് അദ്ദേഹം എന്ന് ഞാൻ തിരിച്ചറിയുന്നു. കാര്യം ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായിട്ട് ചേർന്ന് നമ്മൾ ഒരു വലിയ ഒരു വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതി കേരളത്തിലുടനീളം നടപ്പാക്കുന്നുണ്ട്. അപ്പോൾ ഈ ചിറ്റിലപ്പള്ളി എന്ന് കേട്ടാൽ നമുക്കൊരു വികാരമായിപ്പോൾ. ഓക്കെ. അപ്പോൾ എന്തായാലും പ്രസിഡന്റ് നന്ദി, നിങ്ങൾക്ക് ഏവർക്കും നന്ദി. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡേക്ക് നടന്നൊരു യാത്ര ഇപ്പോൾ ഈ മുരിയാട് പഞ്ചായത്ത് ഹാളിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഏറ്റവും നമുക്ക് അത്ഭുതം തോന്നുന്ന ഒരു കാലിക വിഷയത്തിലേക്കാണ് നമ്മൾ കേരളത്തിൻ്റെ ശ്രദ്ധയെ തിരിക്കാൻ ശ്രമിക്കുന്നത്. നമ്മുടെ എല്ലാം പ്രതീക്ഷ കേരളത്തിലെ ആൾക്കാരെ മദ്യപിക്കും, അത്യാവശ്യം മദ്യം ഒഴുകുന്ന സംസ്ഥാനമാണ് കേരളം. എന്നാൽ ഇതൊന്നും നമ്മുടെ പുതിയ തലമുറയെ ബാധിക്കില്ല എന്നൊരു ധാരണയിലായിരുന്നു നമ്മൾ ഇത്ര കാലവും ജീവിച്ചത്. അമ്മമാർക്ക് കുടിച്ചു കൂത്താടി വരുന്ന ഭർത്താവിനെ കൊണ്ട് കുറേ ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നല്ലാതെ, കുറേ വിവാഹമോചനങ്ങൾ കേരളത്തിൽ പെരുകുന്നു എന്നല്ലാതെ, മദ്യപാനത്തിൻ്റെ ശീലം ആളുകൾ കൂടുന്നു എന്നല്ലാതെ, ഇത് കടുത്ത അക്രമത്തിലേക്കും അതേപോലെ തന്നെ നമ്മുടെ സാധാരണ ജനങ്ങളുടെ സ്വാസ്ഥ്യം സമാധാനം കെടുത്തുന്ന ഒരവസ്ഥയിലേക്കും ഇത് നീങ്ങുമെന്നും, കേരളമെന്ന് പറയുന്ന ഈ നല്ല നാടിന്, ഈ മനോഹരമായ ലാവണ്യം ഒഴുകുന്ന പച്ചപ്പുള്ള ഈ നാടിന് ഏറ്റവും വലിയ ദുരന്തമുണ്ടാക്കുന്ന വിപത്തിലേക്ക് ഇത് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും നമ്മൾ ഈ അടുത്ത കാലം തിരിച്ചറിയുന്നു. കഴിഞ്ഞ 2 മാസങ്ങൾക്കുള്ളിൽ യഥാർത്ഥത്തിൽ ഈ മാരകമായ സിന്തറ്റിക് ലഹരി, രാസലഹരി എന്ന് നമ്മൾ ഓമനപ്പേരിട്ട് വിളിക്കുന്ന ഈ ലഹരി കഴിച്ച് ഇതിൻ്റെ പേരിൽ കേസെടുത്തത് 600-700 പേരിലാണ്.
അപ്പോൾ ഈ 700 പേരിൽ കേസെടുക്കുമ്പോൾ അതിലൊരു 10-17% പെൺകുട്ടികളായിരുന്നു, 30% ആളുകൾ പ്രായപൂർത്തിയാക്കാത്തവരായിരുന്നു. അപ്പോൾ ഈ നമ്മൾ വിചാരിക്കും നമ്മുടെ ഈ ലഹരി, ഇങ്ങനെയുള്ള ലഹരി, സിന്തറ്റിക് ലഹരി അല്ലെങ്കിൽ രാസലഹരി എന്ന് പറയുമ്പോൾ അതെന്തുവാ ഇത്ര വലിയ കുഴപ്പമാണോ? അതിനകത്ത് എന്ത് രസിക്കാൻ വേണ്ടിയുള്ള ലഹരി അല്ലത്. ആ രാസലഹരി എന്ന് പറഞ്ഞാൽ ഒരാളിനെ വളരെ വേഗത്തിൽ കാലപുരിയിലേക്ക് അയക്കാൻ പറ്റിയ സാധനമാണ്. നിങ്ങൾ അറിയേണ്ട കാര്യം, ഈ ലഹരി ആദ്യം ആൾക്കാർ ഈ MDMA പോലുള്ള രാസലഹരി അല്ല കഴിക്കുന്നത്, ബ്രൗൺ ഷുഗറോ കൊക്കൈനോ അതല്ലെങ്കിൽ അതേപോലുള്ള കഞ്ചാവോ അങ്ങനെയുള്ള സാധനങ്ങളല്ല. നിങ്ങൾ ചിലപ്പോൾ സ്കൂളിലെ കുട്ടികൾ, ഇപ്പോൾ പഴഞ്ഞി സ്കൂളിലെ കുട്ടികൾ വന്നിട്ടുണ്ട്. അവരെ കാണുമ്പോൾ ഞാനൊരു സംഭവം വിജയകുമാർ ഓർത്തു പോവുക. ഈ പഴഞ്ഞി സ്കൂളിലെ ഈ സ്കൂൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചായിരുന്നു. അപ്പോൾ അവിടുത്തെ ഓൾഡ് സ്റ്റുഡൻസ് എല്ലാം കൂടെ തീരുമാനിച്ച് ആ സ്കൂൾ നിലനിർത്തുകയും ഇപ്പോൾ മക്കളെല്ലാം അവിടെ പഠിക്കല്ലേ. പഴഞ്ഞി സ്കൂൾ കീ പറയടാ കൊച്ച, പഴഞ്ഞി സ്കൂൾ കീ, പഴഞ്ഞി സ്കൂൾ കീ, പഴഞ്ഞിയല്ലേ, പെങ്ങാമുക്കാണ്. അപ്പോൾ പെങ്ങാമുക്ക് സ്കൂൾ കീ, അതാ പഴങ്ങഞ്ഞി കുടിച്ചോല്ലോ അവർ നിന്നത്. ഞാൻ ഈ പഴഞ്ഞി എന്ന് പറയുമ്പോഴേ ആ പെങ്ങാമുക്ക് സ്കൂൾ കീ ജയ്. നമ്മുടെ റിപ്പോർട്ടർ സൂരജ് സജി എന്നെ തെറ്റിദ്ധരിപ്പിച്ചാന്ന് തോന്നുന്നു. സൂരജിക്ക് മാപ്പ്. ഇല്ല, അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഞാൻ തൃശ്ശൂർ ആകാശവാണി നിലയത്തിൽ കുറേ കാലം ജോലി ചെയ്തിരുന്നു. അപ്പോഴൊക്കെ ഈ പെങ്ങാമുക്ക് എന്നൊക്കെ ഒരുപാട് ശ്രോതാക്കളുടെ കത്തുകളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇവിടുന്നൊരു കവിയത്രി, അന്നൊരു ടീച്ചറാണ്. അവിടെ നിന്ന് ഒരു K. സരസ്വതി എന്നൊരു ടീച്ചർ അവിടെ വന്ന് കവിത വായിച്ചിട്ടുള്ളതൊക്കെ ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ സ്കൂളിലെ കുട്ടികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ പെങ്ങാമുക്ക് സ്കൂളിലെ കുട്ടികൾക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമ്മൾ അമ്മമാരറിയേണ്ട ഒരു കാര്യം, ഏറ്റവും നമ്മൾ എത്രയും വേഗത്തിൽ ഇതിനൊരു അവസാനം കൽപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ നാട് വലിയൊരു അപകടത്തിലേക്ക് മൂക്കുകുത്തി വീഴും. നമ്മൾ ശരിക്കും പ്രളയകാലത്ത് വെള്ളം കയറി നമ്മളെ മൂടി, നമ്മുടെ മേളിൽ കൂടെ വെള്ളം കയറി പോയതാണ്. അന്ന് നമ്മൾ നമ്മുടെ ഐക്യബോധം കൊണ്ടും നമ്മുടെ സംഘബലം കൊണ്ടും മാത്രം നമ്മൾ പിടിച്ചു നിന്നവരാണ്. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ കൊറോണ നമ്മൾ ചെറിയൊരു വൈറസ് വന്നു. ചൈനയെ പഠിക്കാൻ പോയ തൃശ്ശൂർക്കാരി ഒരു പെൺകുട്ടിക്കാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഈ കൊറോണ വൈറസിൻ്റെ പിടിയിൽ വന്നത്. നമ്മളത് വലിയ നിസ്സാരമാക്കി. അത് ചൈനയിൽ നിന്ന് വന്നപ്പോൾ എന്തോ ഒരു ചെറിയ കൃമികീടം ശരീരത്തൊട്ട് കയറി അവനെ നമ്മളങ്ങ് എടുത്ത് കളയും എന്ന് തീരുമാനിച്ചു. പക്ഷേ ആ കൃമികീടം അതിൻ്റെ സർവ്വസംഹാര ശക്തിയുമെടുത്ത് അടരാടി എത്രയോ മനുഷ്യരുടെ മരണം ഈ കോവിഡ് കൽപ്പിച്ചു. 18-20 മാസക്കാലം നമ്മൾ കോവിഡുമായിട്ട് നടന്നു. എന്നാൽ കോവിഡിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വന്നു. കോവിഡിന് ശേഷമുണ്ടായ ഏറ്റവും വലിയ വിപത്ത് എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിൽ ഇപ്പോൾ അതിവ്യാപകമായി അതിവേഗ സ്പീഡിൽ പ്രചരിക്കുന്ന ഈ മാരകമായ ലഹരിയാണ് രാസലഹരി. അപ്പോൾ ഈ ലഹരി, ഓരോ ലഹരി ആളുകൾ ഉപയോഗിച്ച് കഴിയുമ്പം അതിനകത്ത് അവർക്കൊരു കിക്ക് കിട്ടത്തില്ല. വലിയ കിക്ക് കിട്ടാൻ വേണ്ടി വലിയ ലഹരിയിലേക്ക് അവർ പോകും. അവർ യഥാർത്ഥത്തിൽ ഈ ലഹരി ഉപയോഗിക്കാത്ത ആൾക്കാരും ഇതിൻ്റെ കച്ചവടക്കാരായിട്ടുണ്ട്. അവരുടെ രീതി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പള്ളിക്കൂട വരാന്തകളിലും ചെറിയ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിലും അതുപോലെ കോളേജുകളിലും കലാലയങ്ങളുടെ വരാന്തകളിലുമൊക്കെ തന്നെ ചെറിയ മിഠായിയുടെ രൂപത്തിൽ ഈ ലഹരി മിക്സ് ചെയ്ത് കുട്ടികളോട് വളരെ സ്നേഹം അഭിനയിച്ച് കൊടുക്കും. മോളെ ചക്കരയെ കുട്ട ഇതൊന്ന് കഴിച്ചു നോക്കിയേ, ഭയങ്കര രസമായിരിക്കുന്നു. ആദ്യം കുട്ടികൾ വേണ്ടെന്ന് പറയും. 2-3 ദിവസം നിർബന്ധിക്കുമ്പോൾ നമ്മളങ്ങനെയാണ്. കുറേ നിർബന്ധിച്ചാൽ നമ്മൾ പിന്നെ അല്ലേ നമ്മൾ പോട്ടെന്ന് വിചാരിക്കും. അപ്പോൾ വാങ്ങിച്ച് കഴിക്കും. ഒരു 4-5 ദിവസം ആകുമ്പോൾ ഇത് കഴിക്കാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും. ഒരു അഡിക്ഷൻ ചെറുതായിട്ട് വന്നു തുടങ്ങും. അപ്പോൾ നമ്മുടെ സ്കൂൾ വരാന്തകളിലൊക്കെ തന്നെ അധ്യാപകർ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരപരിചിതനെയും എൻ്റർടൈൻ ചെയ്യരുത്. പണ്ടത്തെ കാലമല്ല, ഇത് വല്ലാത്ത അപകടം പിടിച്ച ആസുര കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അമ്മമാർ സ്കൂൾ ബാഗുമായിട്ട് കുട്ടികൾ വീട്ടിൽ വരുമ്പോൾ അവിടെ ബാഗ് പരിശോധിക്കണം. ഒരു മുറി അടച്ച ഒരു കുട്ടി മണിക്കൂറുകളോളം മൊബൈൽ ഫോൺ കുത്തി നോക്കി മുറിക്കുള്ളിൽ ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ മുറി തുറന്ന് നോക്കണം കുട്ടി എന്താ ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം കുട്ടികളെ പീഡിപ്പിക്കണമെന്നല്ല. ഇപ്പോഴത്തെ കുട്ടികളെ ഡീൽ ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ ഡിപ്ലോമാറ്റിക്കാണ്. ഇപ്പം നമ്മുടെ ഡൊണാൾഡ് ട്രംപിനെ ഇപ്പം നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഡീൽ ചെയ്യുന്നില്ലേ, സൂക്ഷിച്ച് ഡീൽ ചെയ്യണം എന്ന് പറയുന്ന പോലെയാണ്. വളരെ സൂക്ഷിച്ച് ഡീൽ ചെയ്യണം. മാത്രമല്ല നിങ്ങളെപ്പോഴും അവരുടെ കാര്യത്തിലൊരു കണ്ണ് വേണം. നമ്മുടെ സ്കൂളിലേക്ക് കുട്ടികൾക്ക് പ്രവേശനം നേടിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും പള്ളിക്കൂടത്തിൽ പോകാത്തവരാണ് മിക്ക പേരൻസും. അങ്ങനെ പോരാ. ക്ലാസ്സിലെ അധ്യാപകരാണെങ്കിലോ ഈ ക്ലാസ്സിൽ വരുന്ന കുട്ടികളുടെ മാറ്റങ്ങൾ പെട്ടെന്ന് അധ്യാപകർക്ക് മനസ്സിലാകും. അതുകൊണ്ട് അധ്യാപകർ അത്യാവശ്യം ഒരു ചൂരൽ പിടിച്ച് കുട്ടികൾക്കിടയിലൂടെ നടക്കണം. അമ്മമാർ ചൂലുമായിട്ട് നാട്ടിലിറങ്ങണം. ഇതേപോലുള്ള
നെറികെട്ടവന്മാർ നാട്ടിലുണ്ടെങ്കിൽ അവന്മാരെ ചൂലുകൊണ്ട് അടിച്ചു ഓടിക്കാൻ അമ്മമാർക്ക് കഴിയണം. നമ്മുടെ കേരളത്തിലെ ഏറ്റവും വിനാശകരമായ ഒരു രാസലഹരിയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒരുപക്ഷെ 7 അല്ലെങ്കിൽ 12 കൊല്ലം, നിങ്ങൾക്കറിയുന്ന പോലെ ലോകാരോഗ്യ സംഘടനയൊക്കെ നമുക്കിപ്പോൾ ഒരു 85, 90, 95 വയസ്സ് വരെയൊക്കെ ജീവിക്കാം. ഇപ്പം 110 വയസ്സുള്ള ഒരു മനുഷ്യൻ ഈ അടുത്തിടെയാണ് തൃശ്ശൂർ മരിച്ചത്. അപ്പം ആളുകൾക്ക് ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. നമ്മൾ നല്ല സമീകൃത ആഹാരമൊക്കെ കഴിച്ച് വളർന്ന ആൾക്കാരാണ്. ബാലൻസ്ഡ് ഡയറ്റാണ് നമ്മുടെ. ഇപ്പോഴാണ് നമ്മൾ ന്യൂഡിൽസും പുതിയ ഫുഡുമായിട്ടൊക്കെ ഏറ്റുമുട്ടാൻ തുടങ്ങിയത്. അപ്പം നമ്മൾ ഈ യാത്ര തുടങ്ങാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ ദിവസവും 10ഉം 300ഉം കുട്ടികൾ അല്ലെങ്കിൽ പ്രായമുള്ള ആളുകൾ ഈ ലഹരി കഴിക്കുക. ഈ ലഹരി ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ലഹരി ശരീരം തകർത്ത് കളയും. നമ്മുടെ കൈകാലുകളൊക്കെ ഇങ്ങനെ പിരിഞ്ഞു, വല്ലാതെ നമ്മുടെ ചില പാമ്പ് ഇഴഞ്ഞു കിടക്കത്തില്ലേ, പിണഞ്ഞു കിടക്കുന്ന പോലെ പിണയും. അതുപോലെ കണ്ണുകളൊക്കെ ഇങ്ങനെ തള്ളി വരും, തലച്ചോറ് തല്ലി പൊടിഞ്ഞു പോകും. മാത്രമല്ല ശരീരം മുഴുവൻ ഈ അക്രമകാരിയായ ഈ മാരക രാസലഹരി തകർത്ത് തരിപ്പണമാക്കി ആരോഗ്യം മുഴുവൻ ക്ഷയിച്ച് ഒരു 7-8 കൊല്ലക്കാലം കൊണ്ട് അകാലത്തിൽ മരണമടഞ്ഞു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തി കടന്നു പോകും ഒരാൾ. അപ്പോൾ നമ്മുടെ കുട്ടികൾ 1-2 കുട്ടികൾ മാത്രമാണ് ഇപ്പോൾ മിക്ക വീടുകളുള്ളത്. ഒരു ന്യൂക്ലിയർ കുടുംബം, ന്യൂക്ലിയർ ഫാമിലിയൊക്കെ വന്നതിൻ്റെ കുഴപ്പമാണ്. പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഒരുപാട് അമ്മാമ്മമാരും അതുപോലെ ബന്ധുക്കളൊക്കെ ഉണ്ടാകും. അവർ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരും. മീശക്കാരനായ അമ്മാമ്മ എന്ന് വാടിയിങ്ങ്, നീ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. നിൻ്റെ ടീച്ചറാരാ? മര്യാദയ്ക്കൊക്കെ പള്ളിക്കൂടത്തിൽ പോകണം, അല്ലെങ്കിൽ അമ്മാവൻ അങ്ങോട്ട് വരും. ഇങ്ങനെയൊക്കെ പെൺകുട്ടികളോട് പറയുന്ന ഒരു അമ്മാവൻ, ഒരു കിട്ടുണ്ണി അമ്മാവൻ വീട്ടിലുണ്ടായിരുന്നു. പക്ഷേ ആ കിട്ടുണ്ണി അമ്മാവൻ ഈ നാട്ടിൽ നിന്ന് നാട് വിട്ടിട്ട് ഇപ്പോൾ കുറേ കാലമായി. അമ്മാവനോട് ഇപ്പോഴത്തെ പിള്ളേരോട് അങ്ങനെ നീ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്, ഇയാൾക്ക് അറിഞ്ഞിട്ട് എന്തോ കാര്യം എന്ന് ചോദിക്കും. അല്ല, ഞാൻ സ്കൂളിലോട്ടൊന്ന് വരുന്നുണ്ട്, എന്നത് അവർ ചോദിക്കും. അപ്പോൾ ഈ കുട്ടികളെ കുറച്ചുകൂടെ റെസിസ്റ്റ് ചെയ്ത് തുടങ്ങിയ കാലമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സുരക്ഷാ കവചം നമ്മുടെ പെൺകുട്ടികൾക്ക് ഒരു കാലത്ത് നമ്മുടെ വീടുകളിലുണ്ടായിരുന്നു. ആ കവചം കീറിപ്പോയി, അല്ലെങ്കിൽ നമ്മൾ കീറിക്കളഞ്ഞു. അപ്പോൾ പുതിയൊരു കാലമാണ്. ഇതിനി പറഞ്ഞിട്ട് കാര്യം, ഇനി നമുക്ക് തിരിഞ്ഞു പോകാനൊക്കില്ല. പക്ഷെ അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം, നമ്മുടെ കുട്ടികൾക്ക് ഏതെങ്കിലും രീതിയിൽ ഇത്തരം രാസലഹരിയോടോ അതല്ലെങ്കിൽ എന്തെങ്കിലും മദ്യത്തോടോ മയക്കുമരുന്നിനോടോ ഒക്കെ താല്പര്യം വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് പെൺകുട്ടികൾ കൂടി ഇതിന് വഴിപ്പെടുന്നു എന്നറിയുന്നതാണ് നമ്മൾ ഏറ്റവും ആശങ്കപ്പെടുന്നത്. ഒരമ്മയ്ക്കായിരിക്കും ഒരു പെൺകുട്ടിയിൽ ഉണ്ടാകുന്ന മാറ്റം ഏറ്റവും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുക. അമ്മ 24 മണിക്കൂറും കുട്ടികളെ വീക്ഷിക്കണം. ഇപ്പോൾ വാട്സപ്പും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഉള്ള കാലമാണ്. കുട്ടികളെ പിന്തിരിപ്പിക്കാനും വഴിതെറ്റിക്കാനും വേണ്ടി ഒരുപാട് കശ്മലന്മാർ ഇതിലൂടെ സന്ദേശങ്ങൾ അയച്ചുകൊണ്ടിരിക്കുക. ഈ സന്ദേശങ്ങൾ കണ്ടു കഴിയുമ്പോൾ ഈ വീട്ടിൽ ഇത്തിരി സ്നേഹം കുറവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കർക്കശക്കാരായ മാതാപിതാക്കളാണെങ്കിൽ കുട്ടികൾ വിചാരിക്കും നമുക്ക് സ്നേഹിക്കാൻ അന്വേഷിച്ച് നടന്ന ആളിതാ വന്നിരിക്കുന്നു, ദൈവപുത്രൻ ആഗതനായി എന്ന് വിചാരിച്ച് നമ്മൾ അയാളുടെ ഉടങ്ങു പോകും. അവൻ തിരിമണ്ടനും അപകടകാരിയും നിങ്ങളെ ചതിക്കുഴിയിൽ വീഴ്ത്താനും തയ്യാറായി നടക്കുന്ന ഒരുവനായിരിക്കും. ചെറിയ പെൺകുട്ടികളൊക്കെ കണ്ടില്ലേ, ചില ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക് ആൺ സുഹൃത്തെന്നാണ് ഞങ്ങൾ ടി വിക്കാർ പറയുന്നത്. ആൺ സുഹൃത്തൊന്നും അല്ല കേട്ടോ, ഞങ്ങൾ അങ്ങനെ ഒരു സുഖത്തിലിട്ടേക്കുന്നുള്ളേ ഉള്ളൂ. ഈ ആൺ സുഹൃത്തിനെ അന്വേഷിച്ച് പോകുന്ന ഒരു കാലമാണിത്. പോലീസുകാർക്കൊക്കെ വലിയ പണിയായി പോകും, ഓടിച്ചിട്ട് പിടിക്കണം. മന്ത്രിമാരുടെ എസ്കോട്ട് കഴിഞ്ഞാൽ പോലീസുകാർക്ക് ഏറ്റവും വലിയ പണി ഈ കുട്ടികളെ എസ്കോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ കേരളത്തിലെ ഓരോ ജില്ല കടന്നപ്പോൾ, തിരുവനന്തപുരത്ത് നമ്മളിത് ഫ്ലാഗ് ഓഫ് ചെയ്തു. മുഖ്യമന്ത്രിയുടെ ഒരു ലൈവായിട്ടുള്ള അഭിമുഖം 24-ൽ സംപ്രേഷണം ചെയ്തിരുന്നു. 24-ഉം ഫ്ലവേഴ്സും സംയുക്തമായി നടത്തുന്ന ഒരു നീക്കമാണിത്. അപ്പോൾ തിരുവനന്തപുരം ജില്ല കടക്കുമ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒരാശ്വാസമുണ്ട്, ഞങ്ങൾക്കൊക്കെ മനസ്സിലായ കാര്യം വലിയ പ്രോബ്ലം ഉള്ളതായിട്ട് തോന്നുന്നില്ല എന്ന് കരുതി. കുറേ ആൾക്കാർ വെള്ളം അടിക്കുന്നുണ്ട്, അടിച്ച് പൂക്കുറ്റിയെ നടക്കാനാണ് നമ്മുടെ ആൾക്കാരിൽ പലർക്കും താല്പര്യം. അത് അവിടെ കൊണ്ട് തീർന്നു എന്ന് വിചാരിച്ചു. പക്ഷേ കൊല്ലം ജില്ലയിലേക്ക് കടക്കുമ്പോൾ സാഹചര്യം മാറുന്നത് നമ്മൾ മനസ്സിലാക്കുന്നു. പത്തനംതിട്ടയിലേക്ക് കടന്നപ്പോൾ അവിടെ ജീവിതത്തിന് ഒരു തവിട്ട് നിറമുണ്ടോ എന്ന് നമുക്ക് സംശയം വന്നു. ആൾക്കാർക്കൊക്കെ ചെറിയ ഇങ്ങനെയുള്ള ഈ മിഠായി, കൂൾ മിഠായി, ഇങ്ങനെയുള്ള സാധനങ്ങളിൽ താല്പര്യം. കുട്ടികളൊക്കെ തന്നെ സംഘം ചേർന്ന് വീട്ടിലെത്തുന്നത് രാത്രിയിലാണ്. അപ്പോൾ എന്തുമാത്രമല്ല, നിങ്ങൾക്കറിയേണ്ട ഒരു കാര്യം, ഈ മറ്റുള്ള തിരുവല്ലയിലും അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വന്നപ്പോഴത്തേന് നമുക്ക് മനസ്സിലായി എല്ലാ പഞ്ചായത്തിലും രാസലഹരി കഴിക്കുന്ന ഒരാളെങ്കിലും ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ സംസ്ഥാനത്തെ ഒരു പഞ്ചായത്തും ഇതിൽ നിന്ന് മുക്തമല്ല. ഇങ്ങനെ ഈ ലഹരി പദാർത്ഥം, ഈ രാസലഹരി കഴിക്കുന്ന ആളുകൾ ഏറ്റവും വലിയ അക്രമകാരികളായിരിക്കും. അവർക്ക് അമ്മയും പെങ്ങളെയും കണ്ടാൽ തിരിച്ചറിയത്തില്ല. അവർ കൊലക്കത്തി എടുത്ത് കുത്തിക്കളയും. അമ്മയുടെ പള്ളയ്ക്ക് കത്തി കയറുമ്പോൾ ചോര ചീറ്റി തെറിക്കുമ്പോൾ പോലും സ്വന്തം അമ്മയുടെ പള്ളയിൽ നിന്നാണ് ഈ ചോര ചീറ്റി വരുന്നത് എന്നുള്ള വികാരം, ആ ചിന്ത ഈ മകനുണ്ടാകില്ല. അത്ര അപകടകരമായ അക്രമവാസനയുള്ള ആളായി ഇവനെ പെട്ടെന്ന് പരിവർത്തനം ചെയ്യും ഈ രാസലഹരി. അതാണ് എൻ്റെ ഏറ്റവും വലിയ അപകടം. വെഞ്ഞാറമൂടിൽ നിങ്ങൾ അറിഞ്ഞല്ലോ, ഒരേ ചുറ്റി കൊണ്ട് 6 പേരെ തിരുനെറ്റിയിൽ അടിച്ച് ചോര ചീറ്റി തറയിലിറക്കി 5 പേരുടെ മരണം ഉറപ്പുവരുത്തിയ അഫാൻ എന്ന ചെറുപ്പക്കാരനെക്കുറിച്ച്. അങ്ങനെയുള്ള അഫാന്മാർ കേരളത്തിൻ്റെ പലയിടങ്ങളിലുമുണ്ട്. നമ്മൾ വിചാരിക്കുകയാണ് എൻ്റെ കുട്ടിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞു, ഇനി അതുകൊണ്ട് ഈ മയക്കുമരുന്നൊന്നും നമ്മുടെ പ്രശ്നമല്ല, മരുമോനെ നോക്കിക്കൊണ്ടാൽ മതി എന്നാണ് നിങ്ങൾ ആലോചിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. കാര്യം, ഇത്തരം MDMA പോലുള്ള
ബ്രൗൺ ഷുഗർ പോലുള്ള കൊക്കൈൻ പോലെയുള്ള കഞ്ചാവുമൊക്കെ അടിച്ചിട്ട് ഈ കൊലക്കത്തിയുമായിട്ട് ഈ റോഡിൽ ഇറങ്ങിയിട്ടുണ്ട് ആൾക്കാർ. പൊതുസമൂഹം കൃത്യമായി യാത്ര ചെയ്യുന്ന ഇടങ്ങളിലൊക്കെ ഇവരെ കണ്ടുമുട്ടിയെന്ന് വരും. സിനിമാ തിയേറ്ററിൽ പോയാൽ ഇവരെ അവിടെ കാണാൻ ചിലപ്പം. അപ്പം നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വിലക്ക് കൽപ്പിച്ച് ഈ അക്രമകാരികളായ ഈ രാസലഹരിക്കാരുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ പൊതു ഇടങ്ങളിൽ പോലും നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ല. വീട്ടിനുള്ളിൽ ഒരു മാരകമായ രാസലഹരി ഉപയോഗിക്കുന്ന ഒരു മകനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മകളുണ്ടെങ്കിൽ അവൾ ഏത് സമയവും ഒരു അക്രമകാരിയായി അവിടുത്തെ പിതാവിൻ്റെയും മാതാവിൻ്റെയും നേരെ ചാടി വീഴാം. കുട്ടികൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിപ്പോയി കഴിഞ്ഞാൽ കൂട്ടുകാരുമൊത്ത് എവിടെയെങ്കിലുമൊക്കെ കറങ്ങി നടന്നിട്ട് മടങ്ങി വരുമ്പോൾ ഈ രാസലഹരിയിൽ താല്പര്യമുള്ളവനാണെങ്കിൽ ബെല്ലടിക്കുമ്പോൾ വാതിൽ തുറക്കാൻ അമ്മമാർക്ക് പേടിയാകും. കാരണം അമ്മയെന്ന് കാണാത്തവനാണ് ഇവൻ. അധ്യാപികയെ തൊട്ടു മുന്നിലിരുന്ന് കമൻ്റ് അടിക്കുന്ന 7ാം ക്ലാസ്സുകാരൻ അങ്ങനെ കമൻ്റ് പറയുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ ഇത്തരം ലഹരി പദാർത്ഥങ്ങളിൽ മൂക്കൂത്തി വീണു എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ അമ്മമാർക്ക് സ്വസ്ഥതയോടെ ജീവിക്കണം. രാത്രിയിൽ കിടന്നാൽ ഉറക്കം വരില്ല പല അമ്മമാർക്ക് വല്ലാത്ത ഭീതിയായിട്ടുണ്ട്. ചില ജില്ലകളിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് തന്നെ അറിയാം, ഒരമ്മ ആറന്മുള ക്ഷേത്രത്തിൻ്റെ നടയിൽ നിന്ന് അലറി വിളിക്കുകയായിരുന്നു, കുഞ്ഞുങ്ങളെ മഹാ അപകടം തന്നെയാണ് എന്ന് പറയുകയായിരുന്നു. കാരണം കണ്ണീർ ചാലുകളാകുന്ന ജീവിതമാണ് അവർക്ക് മുന്നിൽ വഴി തുറക്കുന്നത്. നമ്മൾ അറിയാൻ പോകുന്നത് ഒരുപക്ഷെ നമ്മുടെ കുട്ടികൾ ഇത്തരം അക്രമവാസനയിലേക്ക് കടക്കുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇതൊരു രോഗമാണ്. ഇങ്ങനെയുള്ള രാസലഹരി കഴിച്ചാൽ രോഗമാണ്. നിങ്ങൾ ചികിത്സിക്കണം. മനഃശാസ്ത്രജ്ഞന്മാരോട് പോയി കൺസൾട്ട് ചെയ്ത് ചികിത്സിക്കണം. മാത്രമല്ല, പണ്ടൊക്കെ നമ്മൾ അഭിമാനത്തിൻ്റെയും തറവാട്ട് മഹത്വത്തിൻ്റെയൊക്കെ പേരിൽ നമ്മുടെ വീട്ടിലൊരു രോഗിയുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് മനോനില തെറ്റിയ രോഗിയുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് പറയില്ല. അവനെന്തോ ചിലപ്പോൾ ഉറക്കം വരുന്നില്ല, അതേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ലെന്ന് പറയും. നമ്മളങ്ങനെ പോരാ. ഇന്ന് ഈ പ്രശ്നമുണ്ടെങ്കിൽ ചികിത്സിപ്പിക്കണം. മാത്രമല്ല, നിങ്ങൾ ധൈര്യമായി വിശ്വസിച്ചോളൂ, നിരന്തരമായ രാസലഹരി പ്രയോഗം നടത്തുന്ന ഒരു മനുഷ്യൻ അതിവേഗം അവൻ മനോരോഗിയായിട്ട് മാറും. അവൻ ചെയ്യുന്നത് എന്തെന്ന് അവൻ അറിയില്ല. അവൻ ആരോടാണ് പെരുമാറുന്നത് അവൻ അറിയില്ല. ആരോടാണ് പ്രതികാരം ചെയ്യാൻ ഇറങ്ങുന്ന രക്തദാഹിയായിട്ട് താൻ മാറുന്നത് എന്നവന് മനസ്സിലാകില്ല. ഇത്രയും അപകടമുള്ള ഒരു സമയത്താണ് ഞാൻ എൻ്റെ 40 കൊല്ലം പൂർത്തിയാക്കി വീട്ടിൽ സുഖമായിട്ടിരിക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനെയുള്ള വാർത്തകൾ വായിക്കുകയും വാർത്താമുറികളിൽ ഇങ്ങനെയുള്ള വാർത്തകളുടെ കുത്തൊഴുക്ക് കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ ഞങ്ങളൊരു യാത്ര തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് നടത്തുന്നത്. ഏപ്രിൽ 20-ാം തീയതി യാത്ര അവസാനിക്കും. 20-ാം തീയതി യാത്ര അവസാനിക്കുന്നുള്ളതല്ല ഇതിൻ്റെ പ്രാധാന്യം. 20-ാം തീയതി യാത്ര അവസാനിക്കുമ്പോൾ ഈ പെങ്ങാമുക്കുൾപ്പെടെ ഈ മുരിയാട് ഉൾപ്പെടെ ഒരു സ്ഥലത്തും ഈ രാസലഹരി വിൽപ്പനക്കാരനോ അതിൻ്റെ ഉപഭോക്താക്കളോ ഉണ്ടാകാൻ പാടില്ല. അവസാനത്തെ രാസലഹരി വിൽപ്പനക്കാരനെയും ഈ നാട്ടിൽ നിന്ന് കെട്ടിക്കാൻ ഒരേ സ്വരത്തിൽ ഒരേ ശബ്ദത്തിൽ അലറിയടിക്കുന്ന കടലിൻ്റെ ഊർജ്ജത്തോടെ ആവേശത്തോടെ നമ്മൾ വിളിച്ചു പറയണം, കേരളം വിട്ടുപോകണം. എല്ലാ MDMA-കാരനും എല്ലാ രാസലഹരിക്കാരനും ഈ മണ്ണ് വിട്ടുപോകണം. നമ്മൾ ചവിട്ടി നിന്ന മണ്ണാണിത്, എനിക്ക് പിറന്ന മണ്ണാണിത്, എൻ്റെ അഭിമാനമാണ് ഈ നാട്. ലോകത്തിൻ്റെ നെറുകയിൽ കയറി നിന്ന് കേരളമെന്ന് പറയുന്ന ഈ ലാവണ്യമൊഴുകുന്ന സൗന്ദര്യമുള്ള പച്ചപ്പ് നിറഞ്ഞ ഈ മനോഹരിയായ പച്ചക്കമ്പളം ഇരിച്ചു കിടക്കുന്നത് പോലെ ആകാശ ദൃശ്യം കാണുന്ന ഈ മണ്ണിലേക്ക് ഒരു MDMA-കാരൻ ഉയർത്തെഴുന്നേൽക്കുന്നത് നമ്മൾ അനുവദിക്കാൻ പാടില്ല. അതിനായിരിക്കണം നമ്മുടെ ശ്രദ്ധ. നോട്ട് ടു ഡ്രഗ്, നോട്ട് ടു വയലൻസ്. ആക്രമം അരുത്, അതേപോലെ തന്നെ ഈ രാസലഹരി മരുത്. നമുക്ക് വേറെ എവിടെയോ പോയി കഴിഞ്ഞോട്ടെ, നമ്മുടെ സംസ്ഥാനത്ത് ഇത് പാടില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യണം. പോലീസിനും എക്സൈസിനുമൊക്കെ അതിരുവിട്ട സ്വാതന്ത്ര്യവും അനുവാദവും കൊടുത്തിരിക്കുകയാണ്. ഏത് ഉറവിടങ്ങളിലേക്കും ഏത് ഒളിവിടങ്ങളിലേക്കും ചെന്ന് കയറാനും ഏത് ക്യാമ്പസുകളിലേക്കും ഹോസ്റ്റൽ മുറികളിലേക്കും ഇപ്പോൾ പോലീസുകാർ കടന്നു കയറാം. നിങ്ങൾ കളമശ്ശേരിയിലെ പോളിടെക്നിക് കോളേജിൽ നടന്ന സംഭവം അറിഞ്ഞില്ലേ? ഹോസ്റ്റൽ മുറിയിൽ 2 കിലോ കഞ്ചാവ് വെച്ചിരിക്കുകയായിരുന്നു കുട്ടികൾ. വലിച്ചു തീർക്കാനല്ല, പുറത്ത് വിൽക്കാനായിരുന്നു. വാട്സപ്പ് വഴി എവിടേക്കാണ് വിൽക്കേണ്ടതെന്നുള്ള ലിസ്റ്റൊക്കെ എഴുതി സൂക്ഷിച്ച് അവിടെ സുഖമായിട്ട് കഴിയുകയായിരുന്നു. ഇനിയും ചില കോളേജുകൾ കേരളത്തിൽ അവശേഷിക്കുന്നുണ്ട്. ആ കോളേജുകളിലേക്കും പോലീസ് കടന്നു കയറണം. ആ ഹോസ്റ്റൽ മുറിയിൽ തീർച്ചയായിട്ടും ഇത്തരം രാസലഹരി സൂക്ഷിക്കുന്നെങ്കിൽ അത് തച്ച് തകർക്കുക തന്നെ വേണം. കാരണം ഗതി മുട്ടിക്കഴിഞ്ഞു. നമ്മളൊരു സ്ഥലത്ത് പോയി ഇടിച്ചു നിന്ന് കഴിഞ്ഞു, ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ചില കവികൾ പറയുന്നില്ല, കുന്നിൽ തടഞ്ഞ പുഴ പോലെ കുഴങ്ങി എന്ന് പറയുന്നത് പോലെ ഒരു സ്ഥലത്ത് പോയി നമ്മൾ മുട്ടി നിൽക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒരേ ശബ്ദത്തിൽ, പ്രത്യേകിച്ച് അമ്മമാർ ചൂലെടുക്കുകയും അധ്യാപകർ ചൂരിൽ കൈയെടുക്കുകയും ചെയ്യുകയും ഒരേ ശബ്ദത്തിൽ സർക്കാരിൻ്റെ പിൻബലത്തോടെ, പ്രതിപക്ഷത്തിൻ്റെ പിൻബലത്തോടെ, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മത സാമുദായിക ശക്തികളുടെ പിൻബലത്തോടെ നമ്മൾ തീർച്ചയായിട്ടും വിളിച്ചു പറയണം, ഈ നാട് എനിക്ക് പിറന്ന മണ്ണാണ്. ഈ മണ്ണിനെ അശുദ്ധമാക്കാൻ നമ്മൾ അനുവദിക്കില്ല. സംശുദ്ധി നിറഞ്ഞ ഈ മണ്ണിനെ വിമലപ്പെടുത്താൻ നമ്മൾ ആരെയും അനുവദിക്കില്ല. എല്ലാ MDMA വിൽപ്പനക്കാരനും കേരളം വിട്ടുപോകണം.
നമ്മൾ ഇനി ഒരു മിനിറ്റ് പോലും നമ്മൾ ഈ കാര്യത്തിൽ അമാന്തിക്കാൻ പാടില്ല എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഞാനിവിടെ ചുരുക്കുന്നു. ഈ വാക്കുകൾക്ക് പിന്നാലെ മറ്റൊരാൾ കൂടി വരുന്നു, എസ് വിജയകുമാർ. എല്ലാവർക്കും നമസ്കാരം. ഈ യാത്രയുടെ ഉദ്ദേശത്തെപ്പറ്റി SKN ആമുഖമായി തന്നെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മാധ്യമപ്രവർത്തനത്തിൻ്റെ 40 വർഷം പിന്നിടുമ്പോഴാണ് ഇത്തരമൊരു യാത്ര നമ്മൾ നടത്തുന്നത്. യഥാർത്ഥത്തിൽ ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് അതൊരു ആഘോഷത്തിൻ്റെ സമയമാണ്. പക്ഷേ അങ്ങനെ ആഘോഷിക്കാനല്ല ഈ ഘട്ടത്തിൽ പറ്റുന്നത്. പകരം വലിയൊരു സന്ദേശം നാട്ടിലാകെ എത്തിക്കാൻ വേണ്ടിയാണ് ഈ യാത്ര ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലായിടത്തും ഗ്രാമാന്തരങ്ങളിലും നഗരങ്ങളിലും കലാലയങ്ങളിലും ഒക്കെ എത്തി എല്ലാവരോടും ഇതിൻ്റെ അപകടാവസ്ഥ പറയുന്നത്. നമ്മൾ കരുതുന്നതിനപ്പുറത്തേക്ക് നമ്മളുടെ നാട്ടിൽ ഇത്തരം ലഹരി അത് വ്യാപകമായി വളരെ താഴെ വേരൂഴ്ന്നി കഴിഞ്ഞു. അപ്പോൾ അതിനെ കടപുഴക്കി എറിയേണ്ട സമയം വൈകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയെങ്കിലും അതിൽ ഇറങ്ങാൻ, ആ നടപടിയിലേക്ക് അതിനെതിരെയുള്ള പോരാട്ടം തുടങ്ങിയില്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക് പോകും. പിന്നെ പിടിച്ചാൽ കിട്ടാത്ത നിലയിലായിരിക്കും കാര്യം. നമുക്കറിയാം, ഈ 2024 അവസാനിക്കുന്നത് 2024 ഡിസംബർ 31 ഇവിടെ തൃശ്ശൂർ തേക്കിൻകാട് മൈതാനിയിൽ ഒരു 16 വയസ്സുകാരനും ഒരു 14 വയസ്സുകാരനും ചേർന്ന് ഒരു 30 വയസ്സുള്ള ഒരു യുവാവിനെ കുത്തിക്കൊന്നത് നമ്മളുടെ മുന്നിൽ നിന്ന് മറഞ്ഞിട്ടില്ല. ഒരു പക്ഷേ ഈ വർഷം 2025 തുടങ്ങുന്നത് ആ വാർത്ത കേട്ടാണ്. അന്ന് ആ 30 വയസ്സുകാരനെ കുത്തിയത് 14 വയസ്സുകാരനായിരുന്നു. അവൻ്റെ കയ്യിൽ എപ്പോഴും ഒരു ചെറിയ പിച്ചാത്തി അല്ലെങ്കിൽ ഒരു കത്തി അവൻ കരുതിയിട്ടുണ്ടായിരുന്നു. ആ കത്തി ഉപയോഗിച്ചാണ് 30 വയസ്സുള്ള ഇയാളെ കുത്തിയത്. അവനൊരു ലഹരിക്കടിമയായിരുന്നു. ഇത് ഈ വർഷം തുടങ്ങിയപ്പോൾ നമ്മൾ 2025 ജനുവരി 1 നമ്മളെ വല്ലാതെ അലോസരപ്പെടുത്തിയ ഒരു വാർത്തയാണ്. പിന്നീട് 2025 നമ്മൾ ഈ നിൽക്കുന്ന മാർച്ച് 31 വരെ എത്രയെത്ര ദാരുണ സംഭവങ്ങളാണ് ലഹരി മൂലം ഉണ്ടായിരിക്കുന്നത്. എത്രയോ ലഹരി ജീവനെടുത്ത കഥകളാണ് നമ്മൾ കേട്ടത്, നമ്മൾ അറിഞ്ഞത്. അപ്പോൾ ലഹരി എന്നത് നമ്മളുടെ സമൂഹത്തിൻ്റെ താഴെ തട്ടിൽ വലിയ തോതിൽ വ്യാപിച്ചിട്ടുണ്ട് എന്നതിൻ്റെ തെളിവായി അതിനെ നമുക്ക് കാണാൻ കഴിയും. ഇത് അന്വേഷണ ഏജൻസികളൊക്കെ നമ്മളോട് ഇതിൻ്റെ അപകടം പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇനിയിപ്പോൾ നമ്മൾ ഇടപെടാൻ, ഇപ്പോൾ മാധ്യമങ്ങളുടെ ചുമതല ഇതിൻ്റെ അപകടാവസ്ഥ സർക്കാരിനോട് നാട്ടുകാരോടൊക്കെ പറയുക എന്നതാണ്. അതിൽ ഉറപ്പായും പ്രവർത്തിക്കേണ്ടത് പോലീസാണ്, എക്സൈസാണ്, മറ്റ് എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികളാണ്. അവർ ഇനി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അവരെ കൊണ്ട് പ്രവർത്തിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് നമ്മൾ ഈ യാത്ര നടത്തുന്നത്. ഇന്നലെ ഞങ്ങൾ അങ്കമാലിയിൽ ഞങ്ങളുടെ എറണാകുളത്തെ പര്യടനം അവസാനിപ്പിച്ചു. അവിടെ ആ ഘട്ടത്തിൽ ഞങ്ങളുടെ ഇതിന് വിവരങ്ങളൊക്കെ ശേഖരിക്കുന്ന ഞങ്ങളുടെ ഗവേഷണ വിഭാഗം ഞങ്ങളുടെ പ്രതിനിധികളുണ്ട്. അവർ അവിടുത്തെ ഓട്ടോ ജീവനക്കാരുമായി, ഓട്ടോറിക്ഷ തൊഴിലാളികളുമായി സംസാരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു ഒഡീഷ സ്വദേശി, അയാൾ ഈ സിന്തറ്റിക് ലഹരി ആ ബസ് സ്റ്റാൻഡിൽ വിൽക്കുന്നുണ്ട്, KSRTC ബസ് സ്റ്റാൻഡിൽ. അയാളെപ്പറ്റി അവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ പോലീസിൽ വിവരം അറിയിച്ചു. അവിടുത്തെ പോലീസുകാർ എന്താ ചെയ്തത്? ഇയാളെ അറസ്റ്റ് ചെയ്യുന്നതിന് പകരം ഇയാളെ നിങ്ങളെപ്പറ്റി വിവരം നൽകിയിട്ടുണ്ട് ഓട്ടോറിക്ഷ തൊഴിലാളികളെന്ന് പറഞ്ഞ് ആ വിവരം ഈ ലഹരി വിൽപ്പനക്കാരന് തന്നെ ചോർത്തി കൊടുത്തു. അയാൾ വൈകുന്നേരം ആളെ കൂട്ടി അവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളിയെ ആക്രമിച്ചു. ഒരാൾക്ക് മുഖത്ത് മാരക മുറിവേറ്റു. അത് കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് നടന്ന സംഭവമാണ്. അപ്പോൾ ആ നിലയിൽ ഈ പോലീസിൻ്റെയോ എക്സൈസിൻ്റെയോ ഒക്കെ ഭാഗത്തു നിന്ന് അത്തരം ഈ ഇടപെടൽ ഉണ്ടാകുന്നില്ല എങ്കിൽ, ഇടപെടാൻ വൈകുന്നുണ്ടെങ്കിൽ അവർക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ ഒരു യാത്ര എന്ന് പറയുന്നതിൽ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം ഈ സന്ദേശം എത്തേണ്ടത് നാട്ടുകാരിലേക്കാണ്. ജനങ്ങൾ എല്ലായിടത്തും വളരെ സജീവമായി ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കണ്ടല്ലോ, മലപ്പുറത്ത്, കോഴിക്കോട്ട് ഒരു ലഹരി ഉപയോഗിക്കുന്ന മകൻ, അയാൾക്ക് ലഹരി വാങ്ങാൻ, സിന്തറ്റിക് ലഹരി വാങ്ങാൻ പണം കിട്ടാതെ വന്നപ്പോൾ വീട്ടിലെത്തി അച്ഛനെയും അമ്മയും മാരകമായി ഉപദ്രവിച്ചു. അപ്പോൾ നാട്ടുകാർ ആ വീട്ടിലെത്തി ഈ ലഹരിക്ക് അടിമയായ യുവാവിനെ കൈയും കാലും കെട്ടി പോലീസിൽ ഏൽപ്പിച്ചു. അവിടെ അയാൾക്ക് ലഹരിയിൽ നിന്ന് ബോധം വന്ന ഏതോ സമയത്ത് അയാൾ കരഞ്ഞുകൊണ്ട് നാട്ടുകാരോട് പറഞ്ഞു, എനിക്ക് പറ്റിപ്പോയി, ഞാനിതിന് അടിമയായിപ്പോയി, എനിക്കിനി ഇതിൽ നിന്ന് മുക്തനാകാൻ കഴിയില്ല, നിങ്ങൾ നാട്ടുകാരോട് പറയണം, ഇതാരും ഉപയോഗിക്കരുത് എന്ന്. അപ്പോൾ അയാൾക്ക് ആ ലഹരിയുടെ പിടിയിൽ നിന്ന് മുക്തനായ ഏതാനും ചില സെക്കൻഡുകൾ അയാൾക്ക് തോന്നിയ സമയത്ത് അയാൾ പറഞ്ഞതാണിത്. അപ്പോൾ നാട്ടുകാർ പലയിടത്തും അങ്ങനെ രംഗത്ത് വരുന്നുണ്ട്. അപ്പോൾ നിയമം കയ്യിലെടുക്കണം എന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷേ ഇത്തരം ശക്തികളെ, അധാർമിക ശക്തികൾ നമ്മളുടെ വീടിൻ്റെ പരിസരത്തോ നാട്ടിലോ നഗരങ്ങളിലോ ക്യാമ്പസുകളിലോ സ്കൂളുകളിലോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ നമുക്ക് അധികൃതരുടെ പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താവുന്നതാണ്. നമുക്കവരെ പിടികൂടാവുന്നതാണ്. അതിനൊന്നും ആരും നമ്മളെ തടയില്ല. കാരണം ഇത്തരം ശക്തികൾക്കെതിരായ നമ്മുടെ പോരാട്ടം അതിന് അതിരുകളൊന്നുമില്ല. അത് ഏതർത്ഥത്തിലും തുടങ്ങേണ്ടതാണ്. ഞങ്ങൾ ചാലക്കുടി പള്ളിയിൽ പോയിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടുത്തെ ഫൊറോന പള്ളിയിലെ വികാരി അച്ഛൻ ഞങ്ങളോട് പറഞ്ഞതാണ്, അച്ഛൻ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ വ്യാജ വാറ്റ് സംഘങ്ങൾക്കെതിരെ ജനങ്ങളെ സംഘടിപ്പിച്ച് അവരുടെ ഒളിയിടങ്ങൾ തകർത്ത്
അവരെ എക്സൈസിന് പിടിച്ചു കൊടുത്താണ്. അച്ഛൻ നേരിട്ട് അവിടുത്തെ ഇടവകാംഗങ്ങളെ കൊണ്ടുപോയി ഈ വ്യാജവാറ്റ് കേന്ദ്രങ്ങൾ അടിച്ച് തകർത്തതാണ്. ഞങ്ങൾ അച്ഛനോട് പറയുമായിരുന്നു, അത്തരം പോരാട്ടത്തിനൊന്നും ഉള്ള കരുത്ത് അങ്ങനെ ചെറിയ കരുത്ത് പോരാ. നമ്മൾ നേരിടുന്നത് അതുപോലെ ഈ നാട്ടിലെ വാറ്റ് സംഘങ്ങളെ അല്ല, അതിനൊക്കെ അപ്പുറത്തേക്ക് വലിയ 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 ശക്തികളെയാണ്. അപ്പോൾ അവർക്കെതിരെയുള്ള പോരാട്ടത്തിന് അത്തരം എന്താണ് നമ്മൾ നേരെ പോയി അവരുടെ മുന്നിൽ പോയി നിന്ന് കൊടുക്കുകയല്ല വേണ്ടത്, മറ്റു മാർഗങ്ങൾ കൂടി ഉപയോഗിക്കണമെന്ന്. അപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള നമ്മളുടെ മുന്നിൽ ഈ ലഹരിയുമായി വരുന്ന 2.5 ഗ്രാം 1.5 ഗ്രാം MDMA വരുന്ന ഈ കാരിയർ മാത്രമൊന്നുമല്ല, പലപ്പോഴും അന്വേഷണം അവരിലൊക്കെ അവസാനിക്കുകയാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇതിൻ്റെയൊക്കെ ശൃംഖല രാജ്യത്തിനൊക്കെ പുറത്തേക്ക് കിടക്കുന്നതാണ്. ഒരു രാജ്യത്തെ നിയന്ത്രിക്കാനോ ഒരു സർക്കാരിനെ കളയാനോ ഒക്കെ കരുത്തുള്ളതാണ് ഈ ശക്തികൾ. അപ്പോൾ അവർക്കെതിരായ പോരാട്ടത്തിന് നമ്മൾക്ക് ചെറിയ ശക്തിയൊന്നും പോരാ, വലിയ കരുത്ത് വേണം. ഞാൻ 1-2 ഉദാഹരണം കൂടി ചുരുങ്ങിയ വാക്കിൽ പറയാം. കോഴിക്കോട് എലത്തൂരിൽ ഒരു മിനി എന്ന ഒരു അമ്മയെപ്പറ്റി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും കണ്ടും കേട്ടു പറഞ്ഞല്ലോ. മിനി എന്ന അമ്മയ്ക്ക് 26 വയസ്സുള്ള മകനുണ്ട്. ആ മകൻ ലഹരിക്ക് അടിമയാണ്. അവൻ ആ അമ്മയോട് എന്നും പറയുന്നതാണ്, അമ്മയെ കൊല്ലും, അവൻ്റെ സഹോദരി വിദേശത്ത് ജോലി ചെയ്യണം, അവരെയും കൊല്ലും, അവരുടെ ഒരു കുഞ്ഞുണ്ട് അതിനെയും കൊല്ലും എന്ന്. എന്നിട്ട് ഞാൻ ജയിലിൽ പോയി ജീവിച്ചോളാം എന്നാണ് എലത്തൂരിലെ മിനിയുടെ 26 വയസ്സുകാരനായ മകൻ പറയുന്നത്. നിരന്തരമായി ഈ മകൻ്റെ ഭീഷണിയും അക്രമവും അതിന് വിട്ടപ്പോൾ സഹിക്കാൻ വയ്യാതായപ്പോൾ മിനി എന്ന അമ്മ പോലീസിനെ എക്സൈസിനെ വിവരമറിയിച്ചു. നാട്ടുകാരുടെ സഹായത്തോടെ വീട് വളഞ്ഞ് പോലീസ് ഈ 26-കാരനായ മകനെ പിടിച്ചുകൊണ്ടുപോയി. അയാളെ വീട്ടിൽ പോലീസ് എത്തിയപ്പോൾ ആത്മഹത്യാ ഭീഷണി മുഴക്കി, കൊലപാതക ഭീഷണി മുഴക്കി. പക്ഷേ പോലീസ് അതിസാഹസികമായി അവനെ പിടിച്ചു. അപ്പോൾ ആ അമ്മ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞത്, ഇവൻ ജയിലിൽ ജീവിക്കും, അവനെ ജയിലിൽ ജീവനോടെ ഉണ്ടെന്ന് ഞാൻ സമാധാനിച്ചോളാം. ഇവൻ നാട്ടിലിറങ്ങിയാൽ എന്നെ കൊല്ലും, എൻ്റെ മകളെ കൊല്ലും, കുഞ്ഞിനെ കൊല്ലും, അവനൊരു മുത്തശ്ശിയുണ്ട് അവരെയും കൊല്ലും, മറ്റാരെയൊക്കെ കൊല്ലുമെന്നറിയില്ല. അതുകൊണ്ട് അതൊഴിവാക്കാൻ ഇവനെ പോലീസിൽ ഏൽപ്പിക്കുകയാണ്. അവൻ ജയിലിൽ ജീവിക്കുന്നെങ്കിൽ ജീവിക്കട്ടെ, അല്ലെ അവനൊരു നല്ല മനുഷ്യനായി ഡി അഡിക്ഷൻ സെൻ്ററിൽ പോയി അവൻ ചികിത്സ കഴിഞ്ഞ് നല്ല മനുഷ്യനായി ഇറങ്ങി വരുന്നെങ്കിൽ ഇറങ്ങി വരട്ടെ എന്നത്. അതാണ് മിനി എന്ന അമ്മ നമുക്ക് നൽകുന്ന പാഠം. അപ്പോൾ ആ മിനി നടത്തുന്നത് ഒരു വലിയ പോരാട്ടമാണ്. എന്താണ്, മകൻ ലഹരിക്ക് അടിമയാണെന്ന് പറയുമ്പോൾ എൻ്റെ മകൻ അങ്ങനൊന്നും ചെയ്യില്ല, അവൻ നല്ല കുട്ടിയാണ് എന്ന് പറയാതെ, അവൻ അങ്ങനെയാണെങ്കിൽ അവനെ പോലീസിന് കൊടുക്കട്ടെ, രാജ്യത്തെ നിയമം അവൻ്റെ കാര്യം നോക്കട്ടെ എന്ന് ധീരമായ നിലപാടെടുത്ത മിനി എന്ന അമ്മ നമ്മളുടെ മുന്നിൽ ഒരു മാതൃകയായി നിൽക്കുന്നുണ്ട്. എറണാകുളത്തേക്ക് വരികയാണെങ്കിൽ എറണാകുളത്ത് അശ്വതി എന്ന അമ്മ 48 വയസ്സുണ്ട്. 21 വയസ്സുള്ള മകൻ അശ്വതിയും മകനും പോലീസിൻ്റെ പിടിയിലായി. ബംഗളൂരുവിൽ നിന്ന് വാളയാർ വഴി രാസലഹരി കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് രണ്ടുപേരും പിടിയിലായത്. ഈ അശ്വതി 48 വയസ്സുള്ള അശ്വതിയുടെ ജീവിത സാഹചര്യമൊക്കെ പരിശോധിക്കുമ്പോൾ വളരെ കഷ്ടമാണ്. അവർ ലഹരി വിൽപ്പനയ്ക്ക് ഇറങ്ങിയത് മറ്റു വഴികളില്ലാതെയാണ് എന്നവർ പറയുന്നു. മറ്റു വഴികളില്ലാതെ ഇറങ്ങേണ്ട തൊഴിലാണോ ലഹരി വിൽപ്പന എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. ആ സംഘത്തിലാണ് അവർ പെട്ടത്. ആദ്യമായി മകനെയും ആ സംഘത്തിനൊപ്പം ചേർത്ത ദിവസമാണ് 21 വയസ്സുള്ള മകൻ ഈ പോലീസിൻ്റെ പിടിയിലായത്. മകനും അമ്മയും ലഹരിക്ക് അടിമകളാണ്, നിരന്തരമായി അവർ ഉപയോഗിക്കാറുണ്ട് എന്ന് പോലീസ് പറഞ്ഞു. അപ്പോൾ അതാണ് അശ്വതി എന്ന 48 വയസ്സുള്ള കൊച്ചിയിലെ അമ്മയും മിനി എന്ന എലത്തൂരിലെ അമ്മയും നമ്മളുടെ മുന്നിൽ നൽകുന്ന പാഠം. അപ്പോൾ സാധാരണ പറയാറുണ്ട്, അമ്മമാരുടെ കണ്ണീര് വീണ ഒരു നാടും രക്ഷപ്പെട്ടിട്ടില്ല എന്നത്. അപ്പോൾ ഇതിനോടകം നമ്മുടെ നാട്ടിൽ അമ്മമാരുടെ കണ്ണീര് വീണിട്ടുണ്ട്. കൂടുതൽ കണ്ണീര് വീഴാൻ നമ്മൾ അനുവദിച്ചുകൂടാ. അത്തരത്തിൽ ഒരു പോരാട്ടം നടത്തുക, അതിനുവേണ്ടി ജനങ്ങളെ ഈ വിവരങ്ങൾ അറിയിക്കുക. നമ്മൾ ഓരോരുത്തരും അതിന് പട്ടാളക്കാരോ പടയാളികളോ പോരാളികളോ ഒക്കെയായി മാറുക. അതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ചെയ്യാൻ കഴിയുക. അതിനുവേണ്ടി എല്ലാവരോടും ആ സന്ദേശം നൽകാൻ വേണ്ടിയാണ് ഈ മീനമാസത്തിലെ ഈ 40 ഡിഗ്രി ചൂടിൽ SKN ഇത്തരമൊരു യാത്ര നടത്തുന്നത്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഓഫീസിലിരുന്ന് ഈ വാർത്ത പ്രേക്ഷകരോട് പങ്കുവയ്ക്കാവുന്നതാണ്. രാവിലെ 7 മണി തൊട്ട് അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ ഷോ ഉണ്ട്, അതിൽ പറഞ്ഞാൽ മതി. പക്ഷേ അതല്ല, ജനങ്ങളുടെ അടുത്ത് നേരിട്ടെത്തി ഇക്കാര്യങ്ങൾ പറയുക. നമ്മൾ എത്തി നിൽക്കുന്നത് ചെറിയ അപകടത്തിലല്ല, അതിമാരകമായ അതിഭയാനകമായ അപകടം മുൻപിലാണ്. ഒരു കാൽ വെച്ചാൽ അതിലേക്ക് നമ്മൾ വീണാൽ പിന്നെ നമുക്ക് തിരിച്ചു കയറാൻ കഴിയില്ല. നമ്മൾ സാധാരണ പറയാറുണ്ട്, ജാഗ്രത മതി, ഭയം വേണ്ട. പക്ഷെ അങ്ങനൊന്നുമല്ല, നമ്മൾ ശരിക്കും ഭയപ്പെടണം. ഞങ്ങൾ തിരുവനന്തപുരത്തു നിന്ന് ഇറങ്ങി ഇപ്പോൾ എറണാകുളം വഴി തൃശ്ശൂർ എത്തിയപ്പോൾ ഞങ്ങൾ കരുതിയതിനപ്പുറത്തേക്ക് ഈ ലഹരി സംഘത്തിൻ്റെ നീരാളിപ്പിടുത്തം നമ്മുടെ സമൂഹത്തിലുണ്ടെന്ന് മനസ്സിലാക്കുന്നു. പലയിടത്തും ആളുകൾ അവരുടെ ഈ കുട്ടികളടക്കം അവരുടെ ഒഴിവു സമയങ്ങളിലെ വിനോദമായി ഇത്തരം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയാണ്. മദ്യം മാത്രമല്ല, അവർ ഈ രാസലഹരി കൂടി ഉപയോഗിക്കുകയാണ്. ഒരു തവണ ഉപയോഗിച്ചാൽ എന്താണ് എന്നാണ് അവർ തിരികെ ചോദിക്കുന്നത്. ഒരു തവണ ഉപയോഗിച്ചാൽ, ഒറ്റത്തവണ ഉപയോഗിച്ചാൽ നമ്മൾ എന്നേക്കുമായി അടിമകളാകുന്ന, ആ ലഹരിക്ക് അടിമകളാകുന്ന അതിമാരകമായ സിന്തറ്റിക് ഡ്രഗ്സുകൾ, ലഹരികൾ നമ്മുടെ നാട്ടിലുണ്ട്. മെത്തഫെറ്റമിൻ എന്നൊക്കെയാണ് അതിൻ്റെ പേര്, എഫെഡ്രിൻ എന്നൊക്കെ പറയും. നിങ്ങൾക്കറിയാം, ഗൂഗിളിലൊക്കെ നോക്കിയാൽ അതുണ്ടാക്കുന്ന അപകടങ്ങളെ പറ്റി അറിയാം. അപ്പോൾ അതൊക്കെ നമ്മുടെ നാട്ടിൽ സുലഭമാണ്. അത് ഒരു ഫോൺ കോളിൽ, ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ നമ്മുടെ വീടുകളിൽ കിട്ടുന്ന തരത്തിൽ സുലഭമാണ് ഈ അതിമാരക ഡ്രഗ്സ്. അതിന് പണം കിട്ടാതെ വരുമ്പോഴാണ് മോഷണവും കൊള്ളയും കൊലയും ഈ ചെറുപ്പക്കാർ നടത്തുന്നത്. അപ്പോൾ
ഈ തരത്തിൽ അപകടകരമായ സാമൂഹ്യ യാഥാർത്ഥ്യം നമ്മളുടെ മുന്നിൽ ഉള്ളപ്പോഴാണ് ഈ സന്ദേശം നാടിനെ നമുക്ക് വീണ്ടെടുക്കണം, എൻ്റെ നാട് എൻ്റെ അഭിമാനമാണെന്ന് ഉറക്കെ പറയാൻ നമുക്ക് കഴിയണം. അതിനുവേണ്ടി SKNൻ്റെ നേതൃത്വത്തിൽ ഇത്തരം ഒരു യാത്ര നടത്തുന്നത്. ആ യാത്രയ്ക്ക് നിങ്ങൾ നൽകുന്ന സ്നേഹത്തിനും പിന്തുണയ്ക്കും നന്ദി പറയുകയാണ് ഈ നാട്ടിലെ എല്ലാ ജനങ്ങളോടും. ഈ ഊർജം ഞങ്ങളുടെ പോരാട്ടത്തിന് നമ്മൾ ഒരുമിച്ചുള്ള പോരാട്ടത്തിന് കരുത്തു പകരുമെന്ന് പ്രത്യാശയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോൾ നമ്മുടെ പ്രസിഡന്റ് എന്തോ 2 വാക്ക് പറയുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇത് തീർത്തും അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനെ ഒരവസരം നമ്മുടെ പഞ്ചായത്തിന് കരഗതമായിട്ടുള്ളത്. മിനിങ്ങാന്ന് വൈകിട്ടാണ് സൂരജ് എന്നെ വിളിച്ച് ഇങ്ങനെ ഞങ്ങൾ മുരിയാട് പഞ്ചായത്തിൽ വരാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ്. എന്തായാലും മുരിയാട് പഞ്ചായത്തും ലഹരിക്ക് എതിരായി, മാലിന്യത്തിനും എതിരായി വലിയ പോരാട്ടത്തിൻ്റെ പാതയിലാണ്. പഞ്ചായത്തിലെ ഓരോരുത്തരും ഈ പോരാട്ടത്തിൻ്റെ പോരാളികളാണ്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലും പോരാളികളാണ്. ആ പോരാട്ടത്തിന് ഊർജം പകരുന്നതാണ് SKN നയിക്കുന്ന യാത്ര എന്നുള്ളത് നമുക്ക് സംശയലേശമെന്നേ പറയാൻ സാധിക്കും. SKN മാധ്യമപ്രവർത്തനത്തിനൊപ്പം തന്നെ മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം എന്തും വാർത്തയാക്കുക എന്നതിലപ്പുറത്തേക്ക് പോകാറില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു SKNൻ്റെ മുന്നിൽ വരുന്ന വിഷയങ്ങൾ അത് ജെനുവിനാണെങ്കിൽ അത് അറിയിക്കേണ്ടവരെ അറിയിച്ച് അതിന് പരിഹാരം കാണാൻ വേണ്ടി, ഒരു സൊല്യൂഷൻ്റെ പാർട്ടാവാൻ വേണ്ടി SKN എന്നും ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കെല്ലാം ആവേശം പകരുന്ന ഒരു വസ്തുതയാണ്. സാധാരണ മാധ്യമപ്രവർത്തകർ എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. പക്ഷേ SKN അതിൽ നിന്നൊരു വേറിട്ട പാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. എന്തായാലും ഈ യാത്ര, ഈ രാസലഹരിയെ ഇവിടെ നിന്നും കെട്ടുകെട്ടിച്ച് അടങ്ങൂ എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. ക്വിറ്റ് ഇന്ത്യ എന്ന് നമ്മൾ അന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് നമ്മൾ വീണ്ടും കേരളം വിടാൻ ഈ MDMA സംഘത്തോട് ആഹ്വാനം ചെയ്യുകയാണ്. ആ ആഹ്വാനത്തിൻ്റെ മുന്നണി പോരാളികളായി SKNഉം 24 ചാനലും മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഒരിക്കൽ കൂടി നമുക്കവർക്ക് നല്ലൊരു കയ്യടിയോടുകൂടി അഭിവാദ്യങ്ങൾ അർപ്പിക്കാം. എന്തായാലും മലയാളി ആഴക്കടലിലേക്ക് പോവുകയാണ്. ഈ രാസലഹരിയുടെ ആഴക്കടലിലേക്ക് പോവുകയാണ്. ആ ആഴക്കടലിൽ നിന്നും ഉയർത്തെണീക്കാൻ, അല്ലെങ്കിൽ ആ ആഴക്കടലിനെ മുറിച്ച് കടക്കാൻ വേണ്ടി നമ്മുടെ വക ഒരു ചെറിയൊരു സ്നേഹോപകാരം കൂടി നമ്മൾ ആ ടീമിന് കൈമാറുകയാണ്. നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാരെല്ലാവരും കൂടി നമ്മുടെ സ്നേഹോപകാരം നമ്മൾ അവർക്കിവിടെ കൈമാറുകയാണ്. നമുക്ക് ഒരു മിനിറ്റ് പ്രവിതാലക്ഷ്മിയോട് 2 വാക്ക് പറഞ്ഞിട്ട് നമുക്ക് നിങ്ങളുടെ കാര്യത്തിലേക്ക് കടക്കാം. എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഈ ലഹരി ഉപയോഗത്തെപ്പറ്റി ശ്രീകണ്ഠൻ സാറും ഒപ്പം വിജയേട്ടനും വളരെ വിശാലമായി തന്നെ നിങ്ങളിലേക്ക് ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് ധരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇവിടെ കൂടിയിരിക്കുന്ന അമ്മമാരോടാണ്. പ്രത്യേകിച്ച് ഒരു ചൊല്ലുണ്ട്, നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല. ഇഫ് എ മാൻ ഈസ് എഡ്യൂക്കേറ്റഡ്, an individual is educated, but if a woman is educated, an entire generation is educated എന്ന് പറയും. അതായത് ഒരു പുരുഷനെ എഡ്യൂക്കേറ്റ് ചെയ്താൽ, വിദ്യാഭ്യാസം നൽകിയാൽ ഒരാൾക്കാണ് അതിൻ്റെ ഗുണം കിട്ടുന്നത്. പക്ഷേ ഒരു സ്ത്രീക്കാണ് ആ വിദ്യാഭ്യാസം നൽകുന്നതെങ്കിൽ അതൊരു എൻറ്റയർ ജനറേഷൻ, ഒരു തലമുറ തന്നെ അതിൻ്റെ ആ നേട്ടം ലഭിക്കും എന്നുള്ളതാണ് അതിൻ്റെ സാരം. എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇത് വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളോട്. കാരണം പലപ്പോഴും അമ്മമാർക്കുള്ളൊരു ടെൻഡൻസിയാണ്, എൻ്റെ മക്കൾ തെറ്റ് ചെയ്യില്ല, ഇനിയിപ്പോൾ ആരെങ്കിലും പുറത്ത് പറഞ്ഞാലും എൻ്റെ മോൻ അങ്ങനെയല്ല, എൻ്റെ മോൾ അങ്ങനെയല്ല എന്നാണ് പലപ്പോഴും അവരുടെ തെറ്റ് കണ്ടാലും പറയാറുള്ളത്. അതിപ്പോൾ എൻ്റെ അമ്മയാണെങ്കിലും നിങ്ങൾ ഈ ഇരിക്കുന്ന ഓരോരുത്തരും അമ്മമാരാണെങ്കിലും നിങ്ങൾ അമ്മമാരാണെങ്കിലും നിങ്ങളുടെ മക്കളെക്കുറിച്ചാണെങ്കിലും അത് തന്നെയായിരിക്കും പറയുക. ആരും നിങ്ങളുടെ മക്കളെ, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ ഒരുപക്ഷെ മോശമാകണമെന്നില്ല, പക്ഷേ അവരുടെ സൗഹൃദം, അവർക്ക് ചുറ്റുമുള്ള ആളുകൾ നല്ലതാണോ എന്നുകൂടി പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്നത്തെ തലമുറ പലപ്പോഴും ഫോണിനുള്ളിൽ തന്നെയാണ്. പ്രത്യേകിച്ച് കോവിഡിന് ശേഷം നമ്മുടെ വിദ്യാഭ്യാസ രീതി തന്നെ ഇപ്പോൾ ഫോണിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട്. ഗൂഗിൾ സെർച്ച് ചെയ്താൽ എന്താണ് ഇല്ലാത്തതെന്നുള്ളതാണ് അല്ലേ.
ഗൂഗിൾ മദർ ഗൂഗിൾ എന്നാണ് പറയുന്നത്. അതായത് അമ്മയ്ക്ക് തുല്യമാണ് ഗൂഗിൾ, അത്രയധികം കാര്യങ്ങൾ ഗൂഗിളിൽ നിന്ന് കിട്ടും എന്നൊക്കെ തമാശയ്ക്ക് പറയാറുണ്ട്. പക്ഷേ അത് തമാശയായിട്ട് അവിടെ ഇരിക്കുമ്പോൾ പോലും അതിൽ ഒരുപാട് കാര്യമുണ്ട്. അതിലറിയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ഇതിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതങ്ങനെയല്ല, അതിന് മറ്റൊരു തലത്തിൽ ഇതൊരു രസമാണ്, ഇതൊരു എൻജോയ്മെൻ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നമ്മളുടെ കുട്ടികളിലേക്ക് ഈ രാസലഹരി അല്ലെങ്കിൽ ഇപ്പോൾ കഞ്ചാമാണെങ്കിലും എത്തിക്കുക. ഒരു തവണയല്ലേ ഉപയോഗിക്കുന്നുള്ളൂ, എന്താ കുഴപ്പം? ഇതൊക്കെ ഒരു രസമല്ലേ? ഇപ്പം നമ്മൾ സ്കൂൾ കോളേജ് കുട്ടികളുടെ ഇടയിൽ പോകാൻ, ഇപ്പം നിങ്ങൾക്ക് സ്കൂൾ കുട്ടികളല്ലേ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് നിങ്ങളൊക്കെ? ഹൈസ്കൂളാണോ? ഹയർ സെക്കൻഡറി ആണ്. ഇപ്പോൾ ഹയർ സെക്കൻഡറി കുട്ടികളാണുള്ളത്. പിന്നെ അവിടെ കുഞ്ഞു കുട്ടികൾ, ഇപ്പം അവർ ആ പ്രായം എത്തിയിട്ടില്ല. അപ്പം നിങ്ങളുടെയൊക്കെ ഫ്രണ്ട്സ് ഒരു നേരമല്ലേ, നമുക്ക് കുഴപ്പമില്ല അല്ലേ? നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ലഹരിയെ പറ്റിയിട്ടല്ല പറയുന്നത്, പല കാര്യങ്ങളും നമുക്ക് ചെയ്യുന്നത് ശരിയല്ല എന്ന് തോന്നിയാലും ഇടയ്ക്കൊക്കെ ആവാം, വീട്ടിൽ പറയണ്ട എന്നൊക്കെ പറയും. പക്ഷേ ഇതിൻ്റെ ആ ഒരു വ്യാപ്തി, അതിൻ്റെ ആ ഒരു നെഗറ്റീവ് വശം എത്ര വലുതാണെന്നുള്ളതിന് ഉദാഹരണമാണ് SKN സാറിനെ പോലെ ഒരാൾ. അദ്ദേഹം 40 വർഷങ്ങൾ മാധ്യമരംഗത്ത് പൂർത്തിയാക്കുമ്പോൾ ഇതിൻ്റെ സന്ദേശവുമായി ഈ പറയുന്ന ഇത്രയധികം ചൂടത്ത് ഇങ്ങനെ യാത്ര നടത്തുന്നത്. അപ്പോൾ പറയാനുള്ളത്, നിങ്ങളുടെ മക്കൾ മോശമാകണമെന്നില്ല, പക്ഷേ അവരെ ഇതിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് ഒരുപക്ഷെ അവരുടെ സുഹൃത്തുക്കളായിരിക്കാം. ഒരു തവണ അവർ പറഞ്ഞെന്ന് വരില്ല, പക്ഷേ വീട്ടിൽ അതിൻ്റെ മാറ്റങ്ങൾ കാണാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ മുഖം മാറി എൻ്റെ അമ്മയ്ക്ക് മനസ്സിലാവും. ഉടനെ ഇപ്പം വാർത്ത വായിക്കുമ്പോഴാണെങ്കിൽ പോലും എൻ്റെ മുഖം മാറിയിരുന്ന് എൻ്റെ അമ്മനെ വിളിച്ച് ചോദിക്കും നിനക്ക് എന്താ പറ്റിയെന്ന്. അതുപോലെയാണ് ഇവിടുത്തെ ഓരോ അമ്മമാർക്കും നിങ്ങളുടെ മക്കൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് എന്താണെങ്കിലും നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പം നിങ്ങളും ബിസിയാണ്, ഇപ്പം പണ്ടത്തെ പോലെ അല്ല. ഇപ്പം എൻ്റെ അമ്മയോ അല്ലെങ്കിൽ ഇപ്പോൾ ശ്രീകണ്ഠൻ സാറിൻ്റെ വൈഫ് ഇവിടെയുണ്ട്, ഉഷ മാം ഉണ്ട്. ഇപ്പം മാമോ മക്കളെ നോക്കിയ പോലെയോ ഒന്നും ആകില്ല. ചിലപ്പോൾ നിങ്ങൾ വേറെ കുറച്ചും കൂടി ബിസി ആയിട്ടുള്ള ഒരു ലൈഫിലേക്കായിരിക്കും പോകുന്നത്. അപ്പം എന്താണെങ്കിലും ആ ഒരു മാറ്റം അമ്മമാർ തന്നെ മനസ്സിലാക്കണം എന്നാണ് പറയാനുള്ളത്. തിരിച്ച് കുട്ടികളോടാണെങ്കിലും ഉഷ മാമിനെ എല്ലാവരും നോക്കുന്നു. ഇതാണ് ഉഷ മാം, ശ്രീകണ്ഠൻ സാറിൻ്റെ വൈഫാണ്. അപ്പം സാറിനോടൊപ്പം തന്നെ സാറിൻ്റെ കൂടെ യാത്രയിലുണ്ട്. അതാണ് ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ്. ഇപ്പോൾ തിരുവനന്തപുരം മുതലുള്ള യാത്രയിൽ മാമും കൂടെ ഉണ്ടായിരുന്നു, സാറിനോടൊപ്പം ഉണ്ട്. സാറ് കൊള്ളുന്ന പോലെ തന്നെ ആ വെയിലെല്ലാം മാമും കൊള്ളുന്നുണ്ട്. അപ്പം പറഞ്ഞു വന്നത് ഇതാണ്, നിങ്ങൾക്ക് അത് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഏത് വിധേനയാണെങ്കിലും മക്കളാണെങ്കിലും ഇത്തരത്തിലൊരു ഏതെങ്കിലും ഒരു ചതിക്കുഴിയിൽപ്പെട്ടോ, ഞാൻ ആ വാക്കേ ഉപയോഗിക്കുന്നുള്ളൂ, ആരും മനഃപൂർവ്വമായി അങ്ങനെ അതിലേക്ക് കടക്കും എന്ന് പ്രതീക്ഷിക്കുന്നതാണ്. അത്രയധികം ദുഷ്ട മനസ്സുള്ളവരല്ലല്ലോ നമ്മുടെ കുഞ്ഞുങ്ങൾ. അവരെന്തായാലും വഴിതെറ്റി പോകണമെന്ന് മനഃപൂർവ്വം വിചാരിക്കില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ലാഘവത്തോടെ ഉപയോഗിച്ച് തുടങ്ങുന്നതാകാം. അതിനെ മുളയിലേ നുള്ളാൻ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം. അത് കഴിഞ്ഞിട്ടേ സ്കൂള് വരുള്ളൂ, അത് കഴിഞ്ഞിട്ടേ സമൂഹം വരുള്ളൂ, അത് കഴിഞ്ഞിട്ടേ സർക്കാർ വരുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. അപ്പം ഞാൻ എന്താണെന്നുള്ളതിൻ്റെ ഉത്തരവാദിത്തം എനിക്കാണ് അല്ലേ, അതിൽ നിങ്ങൾക്കല്ല ഉത്തരവാദിത്തം. ഫസ്റ്റ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾ ഞാനാണ്. അതുപോലെ നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം നമ്മൾ നിറവേറ്റിയാൽ തന്നെ ഉറപ്പായും ഈ ഒരു മഹാവിപത്തിനെ തുടച്ചു നീക്കാനാകുമെന്നാണ് കരുതുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ ആകട്ടെ, അങ്ങനെ തന്നെ ആകാൻ നമുക്ക് സാധിക്കട്ടെ. ലഹരിയെ കേരളത്തിൽ നിന്ന് മാത്രമല്ല നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതിന് ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സർക്കാരിനും കാഴ്ചവെക്കാൻ സാധിക്കണമെങ്കിൽ നമ്മളുടെ ഓരോരുത്തരുടെയും സഹകരണം ആവശ്യമാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം. നിങ്ങളുടെ ഈ സ്നേഹത്തിന് വളരെ നന്ദി. നിങ്ങൾ നമ്മോടൊപ്പം ഉണ്ട് എന്നറിയുമ്പോൾ വളരെ സന്തോഷമുണ്ട്. കാര്യം കേരളം മുഴുവൻ ഒരു ഏറ്റവും വലിയ ഒരു ഐക്യത്തിലേക്ക് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ സന്തോഷം. നിങ്ങളുടെ സ്നേഹ വായ്പിന് നമ്മളൊന്നിച്ച് ഒരേ ശബ്ദമായിട്ട് ഇതിൽ ഇടപെടും. അപ്പോൾ നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് മൂവ് ചെയ്യാണ്. നമ്മൾ ഇനി എനിക്ക് തോന്നുന്നു ഈ സ്കൂളിലെ കുട്ടികൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ എന്ന് നമുക്ക് ചോദിക്കാം. അതെ, ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു പെൺകുട്ടിക്ക് സംസാരിക്കാം. പെങ്ങാമുക്ക് ഹൈസ്കൂൾ അവരൊരു പോരാട്ടം കൂടി നടത്തി തിരിച്ചു പിടിച്ച സ്കൂളാണല്ലോ.
അപ്പോൾ വെങ്ങാമുക്ക് ആരാണ് ആ സ്കൂളിനെ പ്രതിനിധീകരിച്ച് 2 വാക്ക് ഈ വേദിയിൽ പറയാൻ ആരെങ്കിലും കടന്നു വരുമോ? മോള് വന്നു. മോളുടെ പേരെന്താ? ആ മോള് വരട്ടെ. ആ വരൂ 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 വരൂ. ഇത് മോളും പോരും. ഇത് അധ്യാപകനാണ് സ്കൂളിലെ. വരൂ. ആ അധ്യാപകന് മോളോട് ഒന്നിച്ച് നിന്ന് സംസാരിക്കൂ. ആ ഓക്കെ. സാറൊന്ന് പരിചയപ്പെടുത്തിയിട്ട് സംസാരിക്കും. കയറി നിൽക്കൂ. മോളിവിടെ കയറി നിൽക്കൂ. ഒന്ന് കൈ അടിച്ചു കൊടുത്തേ. മോൾ അതുകൊണ്ടാണ് കയറാത്തത്. ആ ആദ്യം അധ്യാപകൻ. ഇത് പെങ്ങാമുക്ക് സ്കൂളിലെ അധ്യാപകനാണ്. കയറുന്നോളൂ. മോള് കയറി, മേളിൽ കയറി. മോളുടെ പേരെന്താ? എൻ്റെ പേര് അനുഷ്ക. ഏത് സ്കൂളിലാണ്? അനുഷ്ക. ഒരു വലിയ താരത്തിന്റെ പേരല്ലേ അത്? അനുഷ്ക അല്ലേ? ഓക്കെ. അപ്പൊ ആദ്യം അനുഷ്ക സംസാരിക്കട്ടെ. ഹലോ, നമസ്കാരം. മനസ്സൊന്നാവട്ടെ. എൻ്റെ പേര് അനുഷ്ക അജിതൻ. ഞാൻ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ്. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ NSSൽ ആദ്യം എന്തെങ്കിലും ആരംഭിക്കുകയാണെങ്കിലും അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ പറയുന്നൊരു വാക്കുണ്ട്, മനസ്സ് നന്നാവട്ടെ എന്ന്. മനസ്സ് നന്നാവണമെങ്കിൽ നമ്മൾ ഇതുപോലത്തെ ലഹരികളോട് നോ തന്നെ പറയണം. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. സേ നോ ടു ഡ്രഗ്സ്, സേ യെസ് ടു ലൈഫ്. താങ്ക് യു. മനസ്സ് നന്നാവട്ടെ. അപ്പം മോൾക്ക് ഞാൻ ഒരു കപ്പ് ഗിഫ്റ്റായിട്ട് കൊടുക്കുകയാണ്. ഈ കപ്പിൻ്റെ വില എത്രയാണെന്നറിയാമോ? 500 കോടി രൂപയാണ്. ഇതിൻ്റെ മോഹവില, ഇതിൻ്റെ ഒറിജിനൽ വില 300 രൂപയാണ്. ഈ കപ്പിന് ഇത്രയും കൈയടി പോരാ. ഓക്കെ മോളെ. മോളെ നല്ല കുട്ടിയായിട്ട് വരും കേട്ടോ. ഓക്കെ ശരി. അപ്പോൾ ഇനി നമ്മുടെ നമ്മുടെ സാറിൻ്റെ പേരെന്താ? എൻ്റെ പേര് അജോയ് തമ്പി. മാഷെന്നല്ലേ ഇവിടെ വിളിക്കുന്നത്? അതോ സാറെന്നാണോ? മാഷ്. വലിയ സന്തോഷമുണ്ട്. ഞാൻ പഠിച്ച കോളേജിലെ അധ്യാപകനായിരുന്ന ശ്രീകണ്ഠൻ സാറിനൊപ്പം സംസാരിക്കാൻ വലിയ സന്തോഷമുണ്ട്. ഞാൻ ഗവൺമെൻറ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ പെങ്ങാമുക്ക് സ്കൂളിലെ കുട്ടികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ വളരെയധികം സ്നേഹത്തോടെ ഇതിലൊരു വാചകം ഒരു അധ്യാപകൻ എന്ന രീതിയിൽ പറയാനുള്ളത്, ഒരു കുട്ടി അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ജീവിത കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന സമയം സ്കൂളിലാണെന്നാണ് ഞാൻ പറയുക. വീട്ടിനേക്കാൾ കൂടുതൽ, വീട്ടിനുള്ളിലേക്കാൾ അല്ലെങ്കിൽ പുറത്തെ കോമ്പൗണ്ടിനേക്കാൾ ഏറ്റവും കൂടുതൽ സമയം കുട്ടികൾ സ്പെൻഡ് ചെയ്യുന്നത് സ്കൂളിലാണ്. നമ്മുടെ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം സാർ പറഞ്ഞതുപോലെ, അധ്യാപകൻ നന്നായാൽ തീരാത്ത ഒരു പ്രശ്നവും നമ്മുടെ നാട്ടിലില്ല. കൃത്യമായി ഇടപെടലുകൾ അധ്യാപകർ നടത്തിയാൽ അവർ വീടുകളിലും സ്കൂൾ കോമ്പൗണ്ടുകളിലും സ്കൂളിലെ കുട്ടികളുടെ മനസ്സിലും ഏത് പോലീസിനേക്കാളും, ഏത് എക്സൈസ് ഉദ്യോഗസ്ഥനേക്കാളും, ഏത് നാർക്കോട്ടിക്സ് ഡ്രഗ്സ് ഉദ്യോഗസ്ഥനേക്കാളും ഒരു ടീച്ചർ വിളിച്ചാൽ നിൽക്കുന്ന കുട്ടികളെ നമ്മുടെ കോമ്പൗണ്ടിലുള്ളൂ. അതിന് നമ്മുടെ ആത്മാർത്ഥത ഉണ്ടാവണം. അധ്യാപകർ ഉണർന്നാൽ ഈ വിപത്തിനെ പിടിച്ചു കെട്ടാൻ പറ്റും. നമ്മുടെ ഒരു കോമ്പൗണ്ടിലും ഒരു കുട്ടിയും ലഹരി ഉപയോഗിച്ച് അക്രമങ്ങൾ ചെയ്യില്ല. അതാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, താങ്ക് യു. എന്തായാലും നിങ്ങൾക്കറിയുന്ന പോലെ, നിങ്ങൾ കുറച്ച് പേർക്ക് അറിയാം, ഞാനൊരു മാഷായിരുന്നു. ഇദ്ദേഹമൊക്കെ പഠിച്ച കോളേജിൽ, തൃശ്ശൂർ കേരളവർമ്മ കോളേജിലെ മാഷായിരുന്നു. അപ്പോൾ ഇദ്ദേഹമൊക്കെ പഠിക്കാൻ വന്നപ്പോഴത്തേനും ഞാൻ ആ കോളേജ് വിട്ടുപോയി അല്ലേ. അപ്പോൾ എന്തായാലും ഇദ്ദേഹത്തിനെ പെങ്ങാമുക്ക് സ്കൂളിലെ ഒരു അധ്യാപകനായി കണ്ടപ്പോൾ എനിക്ക് സന്തോഷം. അപ്പോൾ നമ്മുടെ മോഹവില എത്ര? 500 കോടിയുടെ. അപ്പോൾ നമുക്കിനി ഈ മോഹവില ഒരിക്കൽ കൂടി നമ്മൾ ആവർത്തിക്കുന്നു. നമ്മുടെ പ്രസിഡന്റിന്, പ്രത്യേകിച്ച് ചിറ്റിലപ്പള്ളി തറവാട്ടിലെ അംഗമായ അദ്ദേഹത്തിന് മോഹവില എത്ര? അഴിമതി ആരോപണം കൊണ്ടുവരരുത് ദയവേത് പ്രതിപക്ഷം അല്ലേ. ഓക്കെ. അപ്പോൾ നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് നീങ്ങാൻ സമയമായില്ലേ വിജയ? ഉണ്ണികൃഷ്ണൻ ഞങ്ങളുടെ വൈസ് പ്രസിഡൻ്റൂടെ ഞങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്നുണ്ട്. ഇനി അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നു. എവിടേക്കത്? മാള കാർമൽ. മാള കാർമൽ പ്രതിജ്ഞ എടുക്കാം, ഇപ്പം എടുക്കാം. നമ്മൾ മാള കാർമൽ കോളേജിലേക്കാണ് നമ്മളിനി യാത്ര. 3 മണിക്ക് നമ്മളവിടെ എത്തുമെന്നാണ്. അതിനിടയിൽ ജീവൻ കിടക്കാൻ വേണ്ടി ഇത്തിരി ഭക്ഷണമുണ്ട്. നല്ല വെയിലാണ്. ഇത് ഇദ്ദേഹത്തിനെ പോലുള്ള പൊതുപ്രവർത്തകർക്ക് മാത്രം പറ്റിയ പരിപാടിയാണ് ഈ പദയാത്ര എന്ന് പറയുന്നത്. AC മുറിയിലിരുന്ന് ശീലിച്ചവർ പുറത്തിറങ്ങിയപ്പോഴാണ് ഇവിടെയൊക്കെ കരവാളിച്ചു തുടങ്ങി. ഓക്കെ, റെഡി. ഓക്കെ, നല്ല കാര്യം. അപ്പോൾ നമുക്കിനി ഒരു പ്രതിജ്ഞ എടുക്കണം. വിജയകുമാർ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് വളരെ ആത്മാർത്ഥതയോടെ നിങ്ങൾ ഓക്കെ ഒരു പ്രതിജ്ഞ. അപ്പോൾ നമുക്ക് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലാം. എൻ്റെ കേരളം എനിക്കെന്നും അഭിമാനം.
സമൂഹത്തിലെ ദുഷ്പ്രവണതകൾ എന്നെ ആശങ്കപ്പെടുത്തുന്നു. മദ്യവും മയക്കുമരുന്നും കുട്ടികളെ പോലും ഇരയാക്കുന്നു. നിരപരാധികൾ ലഹരി വലയിൽ ബലിയാടാകുന്നു. ലഹരി മാഫിയയുടെ വ്യാപനം ഞാൻ അറിയുന്നു. ഹോസ്റ്റൽ മുറികൾ ലഹരി സംഭരണ കേന്ദ്രമാകുന്നു. പ്രത്യക്ഷമായോ പരോക്ഷമായോ ലഹരി മരുന്ന് പ്രോത്സാഹിപ്പിക്കില്ലെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. സമൂഹത്തെ മുറിവേൽപ്പിക്കുന്ന ലഹരി വ്യാപനം സർവശക്തിയും എടുത്ത് തടയുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ. താങ്ക് യു. അപ്പോൾ നമുക്ക് വിട്ടാലോ? അപ്പോൾ